ഹൗസ് വൈഫ്. ചേട്ടൻ ചേട്ടനോ അച്ചങ്ങന്നൂർ ഗവൺമെന്റ് ഒരാളോ ഇല്ല. ആരും ആണുങ്ങളും പറയും പെണ്ണുങ്ങളും പറയും. ഇനിയിപ്പം കുഴപ്പമൊന്നുമില്ല. ഇനി പിന്നെ തുല്യമായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. രണ്ടെണ്ണം നിങ്ങൾക്ക് മാത്രമേ ഉള്ളായിരുന്നു. അതുകൊണ്ട് അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കൂ. ലോകത്തിലെ ആദ്യത്തെ ആർക്കും പറയാൻ കേട്ടോ, ലോകത്തിലെ ആദ്യത്തെ രാസ വ്യവസായം. എന്തൊരു നിശബ്ദതയാണ്. ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. ലോകത്തിലെ അറിയാമെങ്കിലും അറിയത്തില്ലെങ്കിലും പറ, ഇത് ഞാൻ മാത്രമല്ല കേൾക്കുന്നതോ. ലോകത്തിലെ ആദ്യത്തെ രാസ വ്യവസായം ആരാണ്? എന്തുകൊണ്ടാ? ഗൂഗിൾ സെർച്ച് ചെയ്യാൻ അത്ര സമയം പോ പ്ലീസ്. ന്യൂക്ലിയർ കളിയ ഉത്തരം തെറ്റാണറിയാ. ഞാൻ വേണേ സിമ്പിൾ സാധനം. ദുഃഖം വന്നാലും സന്തോഷം വന്നാലും നിങ്ങൾ ആണുങ്ങളുടെ ഗുണങ്ങളുണ്ട്. ലോകത്തിലെ ആദ്യത്തെ രാസവ്യവസായം എന്താ പറഞ്ഞു പറഞ്ഞത്? മദ്യം. ചാരായം ആണ് ലോകത്തിലെ ആദ്യത്തെ രാസ വ്യവസായം. പേരെന്താണ്? അരവിന്ദ്. ചെണ്ട കഴിച്ചാൻ പോകുന്നല്ലേ? ഓക്കെ, കലാകാരനാണ്. അരവിന്ദ് പാട്ട് പാടും. നല്ല രണ്ടുപേരും നാടൻ പാട്ട് പാടില്ലേ? രണ്ടുപേരും നാടൻ പാട്ട്. നാടൻ പാട്ട്. എത്ര വയസ്സായി? 21. കല്യാണപ്രായമായി 21 വയസ്സ്. എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കണം. ലൈഫ് എല്ലാം ഉണ്ടോ? ഇല്ല. നിങ്ങൾ കണ്ടാൽ എനിക്കൊരു ലുക്ക് ഉണ്ട് അല്ലേ? കണ്ട പറഞ്ഞാൽ വീണ്ട സമയം കഴിഞ്ഞു. എന്താ പഠിക്കാൻ മനം? എന്താ പഠിച്ചു? പഠിച്ചു 10ാം ക്ലാസ്. ഓക്കെ, വെരി ഗുഡ്. കുഴപ്പമില്ല. പഠിത്തമൊന്നും വലിയ കാര്യമൊന്നുമില്ല. കലാകാരന്മാർക്ക് എന്താ പഠിത്തം? എത്രയോ പേര് ഇപ്പം വലിയ മുഖ്യമന്ത്രി ആയിരുന്നവര് വരെ അധികം നോളജ് ഒന്നുമില്ല. വിദ്യാഭ്യാസ കാര്യത്തിൽ വിഷയമൊന്നുമില്ല. അതൊക്കെ നമ്മുടെ ഇഷ്ടം. അപ്പൊ തീർച്ചയായും വീട്ടിലാരെയുണ്ടോ? അമ്മ, അച്ഛൻ, ചേച്ചി. ചേച്ചി. ഓക്കെ, തീർച്ചയായും ചേച്ചി കല്യാണം കഴിഞ്ഞ? ഓക്കെ. അപ്പൊ ചേട്ടനോളം വായിച്ച് ജയറാമിനെ വലിയ അറിയപ്പെടുന്ന ഒരു നടനായി മാറട്ടെ, ഒരാളായി മാറട്ടെ. പട്ടാളത്തിൽ പോകണം. എന്തെങ്കിലും നോക്കണം, എന്തെങ്കിലും ബിസിനസ് കൊണ്ട് നോക്കണം. ജനങ്ങളെ മാത്രം കൂടെ തീർച്ചയായും നല്ലൊരു സമിതി ഇദ്ദേഹത്തിന്റെ പേരിൽ ഇവിടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത അവസാന ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ 5 പേരെ ആയിട്ടുള്ളൂ. ഒരു സോറി, ഞാൻ ഒരു ക്വസ്റ്റ്യനോട് ചോദിക്കും കേട്ടോ. ദയവായിട്ട് ഒരാൾ ആൻസർ പറഞ്ഞു പെട്ടെന്ന് നമുക്ക് ശരിയായി കടന്നു വേണം. ആണുങ്ങൾക്ക് അത് ഒന്നേ ഉള്ളൂ, പെണ്ണുങ്ങൾക്ക് അത് 2 ഉണ്ട്. നല്ലൊരു കാര്യമാണ്. എന്താ പേര്? അതുൽ. എന്ത് ചെയ്യുന്നു? എത്ര? 4. എത്രാമത്തെ വർഷം? എത്രാമത്തെ വർഷം? 14. കൊല്ലമൊക്കെ ഒരു ക്ലാസ് ഇപ്പൊ പഠിക്കാൻ പറ്റുമോ? ഈ 4ാം ക്ലാസ് എത്രാമത്തെ വർഷമാണ് നീ പഠിക്കുന്നേ? ഞാൻ പറഞ്ഞു തന്നെ. ഒന്ന് നല്ലൊരു കാര്യം. അപ്പോ മോനെ പാട്ട് പാടും. 2 പേര് പാട്ട് പാടും. ഇവിടെ ആർക്കും പറഞ്ഞില്ല. നിങ്ങൾക്കറിയില്ല, ഒന്നുമില്ല. ഒരു കഴിവ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം. അയ്യോ, അമ്പലത്തിന്റെ പേര് പറയാൻ ചെണ്ട വായിക്കുന്നുണ്ട്. ചെണ്ടക്കാർക്ക് നാടകം ഉണ്ടാക്കുന്നത് പറ. ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം. നല്ലൊരു കാര്യം എടുത്താൽ പറയും. ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം. എന്തിനാണോ ഇവനെ ആരും അതിന് വെച്ചൊരു പെണ്ണു കൊടുക്കല്ലേ? ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം.
ശരി, നല്ല രസമുണ്ട്. നാ വൃത്തിയിട്ട പല്ല അകന്നിരിക്കുക. ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം, അയ്യപ്പൻ കോവിൽ. അത് മതി. നല്ലൊരു കാര്യം ലാസ്റ്റ് ആണല്ലേ? ലാസ്റ്റ് അല്ലേ? മോർണിംഗ് സിമ്പിൾ ആയിട്ട് പറഞ്ഞു. നിനക്ക് ചെറിയ സംഭവം തരത്തുള്ളൂ. നീ എന്റെ കളർ ആയതുകൊണ്ട് നിനക്ക് ഞാൻ ചെറുത് തരത്തുള്ളൂ. അതുകൊണ്ട് സിമ്പിൾ ആയിട്ടൊക്കെ പറഞ്ഞു. ചമ്പക്കര തങ്കപ്പൻ, ചമ്പക്കര തങ്കപ്പൻ, ചമ്പക്കര തങ്കപ്പൻ, ചമ്പക്കര തങ്കപ്പൻ. ചമ്പക്കല്ല, ആൻസർ. ചമ്പക്കര തങ്കപ്പൻ, ചമ്പക്കര തങ്കപ്പൻ. നല്ല കൈയിലൊക്കെ ചമ്പക്കര തങ്കപ്പൻ, ചമ്പക്കര തങ്കപ്പൻ, ചമ്പക്കര തങ്കപ്പൻ. ചമ്പക്കര തങ്കപ്പൻ, ചമ്പക്കര തങ്കപ്പൻ. ഉരിഞ്ഞോ? റെഡി? 1 2 3 തുടങ്ങിയോ? 1 2 3 4 5 6 7 8 തീരാൻ പോകുന്നു. 9 10. പേരുന്നു സുലേഖ. കഴിച്ചില്ല ചേച്ചി, ബാക്കി വെച്ചു. രാവിലെ കുട്ടിയില്ല. അപ്പോ സുലേഖയ്ക്ക് നല്ലൊരു കാര്യം കൊടുക്കും. പ്ലീസ്. ഏറ്റവും കൂടുതൽ കഴിച്ച സുലേഖയാണ്. അപ്പോ സുലേഖ, ഞാൻ വിചാരിച്ചു എല്ലാം വായിക്കാത്തിരുന്ന കൈ നോക്കിയപ്പോ പറ്റിയില്ല. പക്ഷെ സുലേഖ കൊണ്ട് പേര് പറയാൻ സുലേഖ പറയുകയും ചെയ്തു. ഇതിന്റെ കേൾക്കുന്നത് പറഞ്ഞാൽ ഇതിങ്ങനെ കഴിച്ചോണ്ടിരിക്കും. ഈ പഴം ഞങ്ങളുടെ വായി വരും, പേര് പറയാൻ പറ്റുന്ന അവസ്ഥയായിരുന്നു. സുലേഖ പെട്ടെന്ന് പഴം കഴിക്കുന്നതുകൊണ്ട് രക്ഷപ്പെട്ടു. അപ്പൊ സുലേഖ നല്ലൊരു കാര്യം, ഈ പഴം എല്ലാം ഒന്ന് കഴിക്കണമെങ്കിൽ കഴിക്കും, അല്ലെങ്കിൽ പഴം താഴെ വെക്കണം. ഞാൻ ഈ ഡെസ്കിനെ പുറത്ത് വെച്ചു. പോകുന്ന നേരത്തെ അവരുടെ പേരെഴുതി എടുത്തുകൊണ്ട് പോകണം. നല്ലൊരു കഴിച്ച പഴം എടുക്കരുത്. മറ്റേ ഡെസ്കിനെ പുറത്ത് വെച്ചു. നല്ലൊരു കൊടുക്കും പ്ലീസ്. നല്ലൊരു കാര്യം കൊടുക്കും പ്ലീസ്. പാട്ടിനനുസരിച്ച് അറിയാവുന്ന സ്റ്റെപ്പിൽ ഡാൻസ് കളിക്കും. അറിയാവുന്ന രീതിയിൽ ഡാൻസ് കളിക്കുക. ഇത് നിങ്ങൾക്ക് ആർക്കെല്ലാം അറിയാമല്ലോ. ഏതെങ്കിലും മതി, ഏതായാലും മതി. അപ്പൊ ബ്രേക്ക് ഡാൻസ് ഡാൻസ് കളിക്കാം. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ കളിക്കാൻ പറ്റൂല്ലേ? വേറെ ആളെ കേട്ടാ കളിക്കും. മോന് കളിക്കാൻ പറ്റുമോ? കളിക്കാൻ പറ്റുമോ? നല്ലപോലെ കളിക്കണേ. ചേച്ചി കളിക്കണം. അറിയാവുന്ന രീതിയിൽ കളിക്കണം. ഇപ്പൊ ഡാൻസ് കളിക്കാൻ ആൾക്കാർ നിങ്ങൾ പ്രത്യേകിച്ച് സ്ത്രീകളല്ലേ, പണ്ട് പഠിച്ചുള്ള ആൾക്കാർ അറിയാവുന്ന രീതി മാത്രം വൈകുന്നേരം ആളെ കളിക്കാം. സമ്മാനം പോകും. കിട്ടിയ വേറെ സമ്മാനം വലുതിരിപ്പുണ്ട്. ഡാൻസ് കളിക്കണം. ചുമ്മാ തുടങ്ങണം. ഓക്കെ. അപ്പോ ഇവരൊക്കെ ഞാൻ എപ്പോ പാട്ട് ഓഫ് ചെയ്യുന്നു അപ്പൊ നിങ്ങൾ എങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നു അതേ രീതിയിൽ നിൽക്കണം. ചിരിക്കാൻ പാടില്ല. ചിരിച്ചു കഴിഞ്ഞാൽ ചിരിച്ചോ അങ്ങോട്ടോ ഇങ്ങോട്ടോ നോക്കിയാൽ സ്റ്റാച്യു എന്ന് പറയും. സ്റ്റാച്യു പ്രതിമ നിൽക്കുന്നതിന്റെ കൂടെ നിങ്ങൾ നിൽക്കണം. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ പാട്ട് എപ്പോ നിൽക്കുന്നു നിങ്ങൾ എങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന ആ പൊസിഷനിലേക്ക് നല്ലപോലെ കളിക്കുകയും വേണം. അല്ലെങ്കിൽ ഞാൻ വേറെ പെമ്പിളാരെ വിളിച്ച് കയറ്റാം. ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടല്ലോ. അറിയാം, നീ ഇത് കളിക്കണം. ഒന്നാം നിനക്ക് തടി കൂടില്ല. രാവിലെ നടക്കുകയും ചെയ്യണം. അല്ലെങ്കിൽ ഇതുപോലെ നടക്കുക. അപ്പൊ റെഡി? ഞാൻ പാട്ടിടാൻ പോവാ. എങ്ങനെ ഞാൻ എന്തും പറയും. നിങ്ങളൊന്നും മൈൻഡ് പോലും ചെയ്യരുത്. നിങ്ങൾ നോക്കരുത്. നിങ്ങൾ എങ്ങനെ നിൽക്കുന്ന സ്റ്റാച്യു അനങ്ങരുത് പോലെ അനങ്ങരുത് കേട്ടോ. ചിരിക്കരുത്. എന്നെ നോക്കും ചെയ്യരുത്. കണ്ണുപോലെ നമ്മൾ നടക്കാൻ പാടില്ല. റെഡി? 1 2 3 സ്റ്റോപ്പ് ചെയ്ത് നിങ്ങൾ അല്ല ചേച്ചി വേണ്ട ഇതാണ് കളി. ബുദ്ധിമുട്ടാണല്ലേ? ഏതെങ്കിലും ഡാൻസ് കളിക്കാൻ ഒരു മോളെ കയറുന്നു പ്ലീസ്. ഡാൻസ് കളിക്കാൻ ഏതെങ്കിലും കുട്ടിയുണ്ടോ? ഈ വേഷത്തിൽ വന്ന് ഡാൻസും കളിക്കാൻ മോളുണ്ടോ? ഇച്ചിരി പ്രായമുള്ള ആരും ഇല്ലയോ ഡാൻസ് കളിക്കാനുള്ള? ആരപ്പച്ചി? അപ്പച്ചി വാപ്പച്ചി വാപ്പച്ചിയുടെ അപ്പച്ചിക്ക് നല്ലൊരു കാര്യം കൊടുക്കും പ്ലീസ്. കഴിഞ്ഞ അപ്പച്ചി മരുമോളെ സുലേഖ. ഓക്കെ അപ്പച്ചി ഇപ്പൊ മനസ്സിലായല്ലോ എങ്ങനെ നിൽക്കുന്നോ അതേ പൊസിഷൻ നല്ലപോലെ കുറച്ച് കളിക്കണം. അപ്പച്ചിക്ക് വാ ഇവിടേക്ക്. അപ്പച്ചി അപ്പച്ചിയുടെ പേരെന്താ? മുമ്പേ ആൻസർ പറഞ്ഞ് വരാൻ പറ്റിയില്ല. അവിടെ നല്ലൊരു കൈ കൊടുക്കും പ്ലീസ്. നമ്മയാണ്
അയ്യാ ഓക്കെ, തീർച്ചയായിട്ടും അമ്മ നമുക്ക് വേണ്ടി ഡാൻസ് കളിക്കണം. അപ്പൊ തീർച്ചയായിട്ടും ഈ എപ്പം പാട്ട് നിർത്തും അപ്പൊ എങ്ങനെ അമ്മ കളിച്ചോണ്ടിരുന്ന ആ പൊസിഷനിൽ നിൽക്കണം. ചിരിക്കരുത്, കണ്ണും കൂടെ നോക്കരുത്, ഒന്നും ചെയ്ത്. ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട് പ്ലീസ്. ഔട്ട് ഔട്ട് ഔട്ടായി. അങ്ങനെ അവനെ പറയിപ്പിക്കാനാണോ? ഇതെന്തൊരു നിപ്പാമേ ഇത്. ചലിക്കുന്നില്ല കേട്ടോ. നല്ല കൈയിലൂടെ എന്നെ നോക്കരുത്. നല്ല കണ്ണടച്ചല്ലേ. ഗാന്ധി ഗാന്ധി ഗാന്ധിജി അല്ലേ? ഗാന്ധിജിയാണോ? ആണ്. തിരിച്ച് നിന്നെ മാറ്റേണ്ടതാ സത്യം പറഞ്ഞ. പിന്നെ കോട്ടെ 2 ഗാന്ധി. വടി വേണോ? ചിരിച്ചു മോളും അങ്ങോട്ട് പോയല്ലേ. അമ്മ പോയോ? ഒത്തി ചേച്ചി ഇവിടുന്ന് സമ്മാനം വേണ്ടേ ചേച്ചിക്ക്? അമ്മേ മാറിക്കും. ഇത് മാറി. 4 പേര് മാത്രമേ ഉള്ളൂ. 2 പേര് ഔട്ടായി. പോകണ്ട, അടുത്ത ഡാൻസ് ഉണ്ട്. അങ്ങനെ കളിപ്പിച്ച് കളിപ്പിച്ച് ഇന്ന് അവനെ ഞാൻ പറയില്ല. അവനെ എനിക്ക് വിളിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ്. ഞങ്ങൾ അളിയന്മാരാണ്. കയറി 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 കയറിച്ച്. അപ്പൊ നിങ്ങൾ 2 പേരും മാത്രം കളിക്കട്ടെ കേട്ടോ. അവിടുന്ന് കണ്ടാ മതി. മോളെ നമ്മൾ പറയുന്നു. അപ്പൊ നെക്സ്റ്റ് പ്ലീസ് മ്യൂസിക്. ഇത് ശരിയല്ല. കണ്ടത്തിലേക്ക് തലയിൽ വെച്ച് അട്ടിക്ക് വെച്ചില്ല കോലം നിൽക്കുന്നുണ്ട് കണ്ടത്തിൽ. ആണോ? തലയിൽ ചട്ടി വെക്കട്ടെ. സത്യം പറഞ്ഞ വൃത്തികെട്ട നിപ്പായി. ഇതെന്തോ എപ്പോഴും ഗാന്ധിയാണോ? ചിരിച്ച് 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 പിന്നെ കള്ള മുമ്പേ മാറ്റേണ്ടതാണ്. പിന്നെ ഇത് ഏത് സ്റ്റെപ്പാണ്? എന്തിനാണ് എന്ത്? എനിക്ക് വരിക അങ്ങോട്ട് പോവാൻ. അമ്മോ, പുലിയായിരുന്നല്ലേ? ട്രാഫിക് പോലീസാണ്. ഇത് പുല്ലാട്ടോടോ ഇങ്ങോട്ട് പോകുന്ന വഴിയാണ്. അവിടെ ഉണ്ടോ? എന്റെ അമ്മേ, പേരെന്തോ? അതെ, ചുമ്മാ അല്ല 2 തവണ ജയിച്ചത്. മതി. ആരൊക്കെ ജയിച്ചേ? ഇപ്പൊ ആരും ജയിച്ചേ? മോനും നിങ്ങൾ 3 പേര്. അളിഞ്ഞോട്ടായോ? ഓക്കെ, 3 പേര് മാത്രം ഒറ്റ പാടണം പ്ലീസ്. പെട്ടെന്ന് സ്പീഡാക്കാൻ. ഒരു ലാസ്റ്റ് ഡാൻസ്. പ്ലീസ്. അമ്മയ്ക്ക് നാണമില്ല മേഖല കാണിക്കാൻ. എന്ത് നാമൊക്കെ അതിന്റെ നാണക്കേട്? അമ്മയ്ക്കല്ല, ഗാന്ധി. ഓക്കെ, അമ്മയ്ക്കും ഇവർക്കും പിന്നറായിട്ട് പ്രഖ്യാപിക്കും. നല്ലൊരു കാര്യം കൊടുക്കും. അമ്മ പോവല്ലേ? ഇനിയും ഒരു ഒറ്റ ഐറ്റംസ് കൂടെ മാത്രമുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാം. അതായത് ഞാനിവിടെ സ്ക്രീനിൽ ഒരു ടിക്ടോക്ക് കാണിക്കും. അതിനനുസരിച്ച്
അമ്മ ആദ്യം ചേച്ചി ഇങ്ങ് വരും. അല്ല, അമ്മ ഇദ്ദേഹത്തിന്റെ ജോഡിയാണ്, ഇവന്റെ അല്ല ചേച്ചി ഇവന്റെ ജോഡിയാണ്. ഇവൻ ഇങ്ങ് വാ, ഇദ്ദേഹത്തിന്റെ ജോഡിയാവും. അമ്മയുടെ ജോഡി ഇത് കേട്ടോ. അപ്പൊ ഞാൻ 3 പേരുടെ 3 ടിക്ടോക്ക് ഉണ്ട്. ഈ ടിക്ടോക്ക് ഞാൻ സ്ക്രീനിൽ കാണിക്കും, അതുപോലെ അഭിനയിക്കണം. അടുത്തൊരു ഷോർട്ട് ഫിലിം എല്ലാം വരുവാണെങ്കിൽ അമ്മയ്ക്ക് ഉറപ്പായിട്ട് ചാൻസ് വരും കേട്ടോ, നല്ലപോലെ അഭിനയിക്കാൻ. അപ്പം ചേച്ചി അഭിനയിച്ചോണം ഇദ്ദേഹത്തിന്റെ കൂടെ കേട്ടോ. അപ്പൊ ഇങ്ങോട്ട് മാറിക്കും, മാറിയും സ്ക്രീൻ എന്തുവാണ് സ്ക്രീനിനകത്ത് നോക്കണം. അപ്പൊ ഫസ്റ്റ് ചെയ്യേണ്ട പ്രോഗ്രാം ചെയ്യേണ്ടത് എന്താ കൊച്ചുമോനുണ്ട്, ഒക്കെ മാറിക്കും. മറിയുന്നു ടിക്ടോക്ക് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ വീഡിയോ ഉണ്ടല്ലോ അല്ലേ? ഇല്ലെങ്കിൽ അതുപോലെ ചെയ്യണം കേട്ടോ ചേച്ചി. അതുപോലെ അഭിനയിക്കാൻ ശ്രമിക്കാം. ഈ ലൈറ്റ് ഓഫ് ചെയ്യണം, പ്രൊജക്ടർ ഓൺ ചെയ്തിട്ട്. ഓക്കെ, മൊത്തം ലൈറ്റ് ഓഫ് ചെയ്യും. രാത്രി ഫസ്റ്റ് പ്ലേ അല്ലേ? ഫസ്റ്റ് കളിക്കേണ്ടത് നിങ്ങൾ രണ്ടുമാണ് കേട്ടോ. ഫസ്റ്റ് കളിക്കേണ്ടത് ഓക്കെ. ലൈറ്റ് ഓഫ് ചെയ്യണം. ഫസ്റ്റ് കളിക്കേണ്ടത് നിങ്ങൾ രണ്ടുമാണ്. സുരേഷ് ഗോപി ഓക്കെ.